ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ കണ്ടു പഠിക്കുന്നുണ്ട് എന്ന് അഭിപ്രായം പറയാനുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് നന്ദി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നെന്ന് പറയുന്നത് നമ്മൾ സമ്മതം അല്ലെങ്കിൽ കൺസെന്റ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സമ്മതിച്ചു അങ്ങനെയുള്ള അർത്ഥത്തിൽ പറയില്ലേ, സമ്മതം അല്ലെങ്കിൽ കൺസെന്റ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നോക്കാം. താങ്കളുടെ ഇഷ്ടം പോലെ, ആസ് യു ലൈക്ക്. താങ്കളുടെ ഇഷ്ടം പോലെ എന്ത് പറയും? ആസ് യു ലൈക്ക്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? അതായത് നമ്മൾ രണ്ട് ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്ക് പോയെന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോയിട്ട് ഒരു കോഫി കഫേ കയറി. കോഫി കഫേ മീൻസ് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി. അപ്പം ഞാൻ ചോദിക്കും, ഞാനൊരു കോഫി പറയട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ബിരിയാണി പറയട്ടെ. അപ്പോൾ ആസ് യു ലൈക്ക്, താങ്കളുടെ ഇഷ്ടം പോലെ എന്ന് പറയും. അപ്പം എന്താ പറയുക? താങ്കളുടെ ഇഷ്ടം പോലെ, ആസ് യു ലൈക്ക്. നെക്സ്റ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. നമ്മളിപ്പോൾ ചിലപ്പം ചില സാധനങ്ങളെ ഒക്കെ എവിടെന്നെങ്കിലും പോയിട്ട് നമ്മൾ പറയും, ദേ അയാൾ കള്ളനാണെന്ന് പറയും. അപ്പം ആദ്യം നമ്മുടെ വീട്ടിലുള്ളവർ പറയും, അയ്യോ അവരങ്ങനത്തെ ആൾക്കാരേ അല്ലാന്ന്. പിന്നെ എന്ത് കൊടുക്കും? നമ്മൾ ചിലപ്പോൾ ക്യാമറ വെച്ച് അത് കണ്ടുപിടിച്ചു. അപ്പം നമുക്കത് വാസ്തവമായി നമ്മൾ പറഞ്ഞാലാണ്. അപ്പം അത് ശരിയല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. കാരണം നമുക്ക് തെളിവ് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? ശരിയാണ്. യു ആർ റൈറ്റ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഐ ആം വിത്ത് യു. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ മേല് കുറെ ആൾക്കാർ കുറ്റം പറയുന്നു. അയാളാണ് ചെയ്തത്, അയാളാണ് ചെയ്തതെന്ന്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ ആരെങ്കിലും നമ്മുടെ കൂടെ, അതായത് പറയുന്ന ഒരു വേർഡാണ് ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അത് നമുക്ക് തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു പുനർജനിക്കാനുള്ള ഒരു വാക്കായിരിക്കും ഐ ആം വിത്ത് യു. ദെൻ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. ഇപ്പൊ സ്കൂളിൽ ടീച്ചർ രണ്ടുപേരെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ ചോദിക്കും, ഞാൻ ഇതുപോലെ ചെയ്യട്ടെ, എനിക്ക് എന്തൊക്കെ ഒബ്ജെക്ഷൻ ഉണ്ടോ? നോ, എനിക്കൊരു ഒബ്ജെക്ഷനും ഇല്ല. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. ദെൻ അത് സാരമില്ല. ഇറ്റ് ഡസൻ മാറ്റർ. അതു സാരമില്ല എന്ന് എന്ത് പറയും? ഇറ്റ് ഡസൻ മാറ്റർ. അതായത് ഇപ്പം നമ്മുടെ വീട്ടിലാട്ടെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് വലിയവരുടെ കയ്യിൽ നിന്നും ആവാം. ചിലപ്പം ഒരു ഗ്ലാസ് വീണ് താഴെ വീണ് പൊട്ടി. ചിലപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് എടുക്കും? അതൊരു സില്ലി കാര്യം. ഇറ്റ് ഡസൻ മാറ്റർ. അപ്പൊ നമ്മൾ കൊച്ചിനെ പുറത്ത് തട്ടിയിട്ട് എന്ത് പറയും? അത് കുഴപ്പമില്ല മോളെ, ഇറ്റ് ഡസൻ മാറ്റർ. ദെൻ ഞാൻ താങ്കളോട് യോജിക്കുന്നു. ഐ അഗ്രി വിത്ത് യു. ഞാൻ താങ്കളോട് യോജിക്കുന്നു. ഐ അഗ്രി വിത്ത് യു. നമ്മൾ ചില ആൾക്കാരുടെ നോക്കിയിട്ട് നമ്മൾ ഒരു മുൻധാരണയിൽ വെച്ചിട്ട് അയാൾക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ, ഇത്രയേ പറ്റുള്ളൂ, അയാൾ അങ്ങനെയാണെന്നൊക്കെ നമ്മളൊരു മുൻധാരണയിൽ നിൽക്കും. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളത് അയാൾക്ക് നല്ല കഴിവുള്ളതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കഴിവുള്ളതാണെന്ന് നമുക്ക് തെളിയും. അപ്പോൾ ഒരു ഫ്രണ്ട് പറയും, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൻ അങ്ങനെയാണ്, അല്ലെ അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ഇപ്പൊ നീ എന്നോട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ പറയും ഐ അഗ്രി വിത്ത് യു. എന്ത് പറയും? ഐ അഗ്രി വിത്ത് യു. ഞാൻ ഇതിന് സമ്മതം തരുന്നു. ഐ ഗിവ് മൈ കൺസെന്റ് ടു ദിസ്. ഐ ഗിവ് മൈ കൺസെന്റ് ടു ദിസ്. ഞാൻ ഇതിന് സമ്മതം തരുന്നു. ഐ ഗിവ് കൺസെന്റ് ടു ദിസ്. അപ്പൊ നമ്മള് ചിലപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആവും. ബിസിനസ് പാർട്ട്നേഴ്സ് ആവുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു മുന്നിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം അതിൽ നമുക്ക് രണ്ട് ബിസിനസ് പാർട്ട്ണറാണ് ഉള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടുപേരുടെ സമ്മതവും വേണം, കൺസെന്റും വേണം. അപ്പോൾ ഒരു പാർട്ട്ണർ പറയും, നമുക്ക് ഇതുപോലൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയും. അപ്പോൾ മറ്റേ പാർട്ട്ണർ പറയും ഐ ഗീവ് മൈ കൺസെന്റ് ടു ദിസ്. ഞാൻ ഇതിന് സമ്മതം തരുന്നു, ചെയ്തോളൂ എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ ഇതിന് സമ്മതം തരുന്നു, ചെയ്തോളൂ എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. ഐ അക്സെപ്റ്റ് മൈ ഇൻവിറ്റേഷൻ. ഐ അക്സെപ്റ്റ് മൈ ഇൻവിറ്റേഷൻ. ഇപ്പൊ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷം പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിനെയും കണ്ടു എന്ന് വിചാരിച്ചു. ഫ്രണ്ടിനെയും ഫാമിലിനെയും കണ്ടു. അപ്പൊ നമുക്ക്
കുറെ വർഷങ്ങൾക്ക് കാണുമ്പോൾ ഹാപ്പി ആയിരിക്കും, നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പിരിയുന്ന സമയത്ത് പറയും ആ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വാട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചുകൊണ്ട് പറയുന്ന വേർഡാണ് ഐ അക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. ഞാൻ വരാം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ഐ അക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. താങ്കളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു, താങ്കളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയും. അത് അങ്ങനെയായിരിക്കും. ഇറ്റ് വിൽ ബി സോ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം, അത് അങ്ങനെ ആയിരിക്കും. ഇറ്റ് വിൽ ബി സോ. നമുക്ക് ചിലപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും പസിലൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ കിട്ടണമെന്നില്ല, പസിലൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ ശരിയായിരിക്കും അല്ലേ, അങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് പസിൽ ചെയ്ത് ചെയ്ത് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെന്റ്, സമ്മതം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡെയിലി യൂസിങ് സെന്റൻസ്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നുകൂടി. താങ്കളുടെ ഇഷ്ടം പോലെ, as you like. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, യു ആർ റൈറ്റ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഐ ആം വിത്ത് യു. എനിക്ക് യാതൊരു എതിർപ്പുമില്ല, ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. അത് സാരമില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. ഞാൻ താങ്കളോട് യോജിക്കുന്നു, ഐ അഗ്രി വിത്ത് യു. ഞാൻ ഇതിന് സമ്മതം തരുന്നു, ഐ ഗിവ് മൈ കൺസെന്റ് ടു ദിസ്. നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു, ഐ അക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. അത് അങ്ങനെ ആയിരിക്കും, ഇറ്റ് വിൽ ബി സോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്, അപ്പോൾ അവരിത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ കമൻറ്റും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്നു പോവുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് അറിയാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് പറയാനുള്ളത് നമ്മുടെ എന്നെ തന്നെ എടുക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞ്, അതായത് ഒരു കൊച്ചുണ്ടാകുന്നവരെ നല്ല പാറി പറന്ന് നടക്കുന്ന ഒരു കോളേജ് പിള്ളേരെ പോലെ ആയിരിക്കും. അതായത് ഫുള്ള് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാക്കി ഒരു ഫുള്ളി വൈബായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു മദർ ആകുന്നതിലൂടെ, അമ്മയാകുന്നതിലൂടെ നമ്മൾ ആകെപ്പാടെ മാറും. അതായത് കൊച്ചിന്റെ കാര്യത്തിലായിരിക്കും, അതായത് ഹസ്ബൻഡിന്റെ കാര്യം പോലും ശ്രദ്ധിക്കില്ല, കൊച്ചുങ്ങളുടെ കാര്യത്തിലായിരിക്കും 100% കോൺസെൻട്രേഷൻ. അതിനിടയിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സോ മുടിയോ, അതായത് ഒരുങ്ങുന്നുണ്ടോ, അതായത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ റെഡി ആവുന്നുണ്ടോ, ഒരു അമ്മമാരും, അതായത് ഒരു 90% അമ്മമാരും പോലും ശ്രദ്ധിക്കാറില്ല. വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് കണ്ടാൽ, അതായത് കൊച്ചുങ്ങളെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലിടുന്ന ഡ്രസ്സ് കണ്ടാൽ ജോലിക്കാരിനെ പോലെയാണ് തോന്നാറ്. ഇപ്പം ഞാനും അതിലൂടെ കടന്നുപോയ ആളാണ്. ഇപ്പം കൊച്ചു കുട്ടികളുള്ള എല്ലാവരും അതുപോലെയാണ്. നമ്മുടെ കാര്യം നോക്കുകയില്ല. പിന്നെ അത് മാത്രമല്ല, കൊച്ചുങ്ങൾ കുറച്ച് വലുതായാൽ സ്കൂൾ ഫുൾ ടൈം ആവുന്ന സമയത്ത് സ്കൂളിൽ പോയ ഹസ്ബൻഡ് ജോലിക്കും പോകും. നമ്മൾ അമ്മമാരോ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു തരം മടുപ്പായിരിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങളിങ്ങനെ, അതായത് അടുക്കളയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ഇത് ആയിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് വന്ന സമയത്ത് പറയാം. പക്ഷെ അദ്ദേഹത്തിന് വർക്ക് പ്രഷർ നല്ലോണം ഉണ്ടായിരിക്കും, അദ്ദേഹം ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരിക്കില്ല. നമ്മൾ ആണെങ്കിൽ എന്തേലും, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് ഇതെല്ലാം ഒന്ന് പ്രസന്റ് ചെയ്യാനിരിക്കുമ്പോഴേക്കും വന്നിട്ടോ ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു തരം മടുപ്പായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം, എല്ലാ അമ്മമാരിലും, എല്ലാ അമ്മമാരെന്നല്ല അച്ഛന്മാരിലായാലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ആ കഴിവിനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്ത് നമ്മൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു തരം മടുപ്പും ഉണ്ടാവില്ല, ബോറടിയും ഉണ്ടാവില്ല, നമ്മളും ഹാപ്പിയാവും, എല്ലാവരും ഹാപ്പിയാവും. അപ്പൊ എന്ത് വേണം, എല്ലാവരും അവരവരുടെ കഴിവുകളെ പുറത്തെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഇപ്പൊ ചില ആൾക്ക് കുക്കിംഗ് ആയിരിക്കും പാഷൻ. അപ്പൊ കുക്കിങ്ങിൽ വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കുക, അത് ഫാമിലിക്ക് പ്രസന്റ് ചെയ്യുക. അവരെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു മറുപടി കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആയി. ഇനിയിപ്പോൾ ചിലർക്ക് ടീച്ചിങ് ഇഷ്ടമുണ്ടാവും. എനിക്ക് അത്യാവശ്യം ടീച്ചിങ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത് മാത്രമല്ല, എനിക്ക് പല വർത്താനം പറയാൻ ഇഷ്ടമാണ്. അത് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് നിൽക്കണമെങ്കിൽ എൻ്റെ ഈ വർത്താനം കുറക്കാൻ പറ്റില്ല.
കുറേ വർഷം ഞാൻ ശ്രമിച്ചു നോക്കി വർത്താനം പറയാണ്ട്, അതായത് കുറച്ച് ഒരു ഒതുക്കത്തിൽ. പക്ഷെ നമ്മൾ ഈ വായ് മൂടിക്കെട്ടി വെക്കുമ്പോൾ ഒരു അസ്വസ്ഥതയില്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജനിച്ചപ്പം തുടങ്ങിയ ഇങ്ങനെ തന്നെയാണ്, കലബലേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഫുൾ ടൈം സിനിമാ പാട്ട്, മൂളിപ്പാട്ട് പാടും. പക്ഷെ നമ്മളൊരു അമ്മയാവുന്നതിലൂടെ അതൊക്കെ ഒരുപാട് മാറും. പക്ഷെ ഇതുപോലെ തന്നെ കുട്ടികൾ വളർന്ന് വലുതായി, അവരവർ സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവുകളെയെല്ലാം പറ്റാവുന്ന രീതിയിൽ പുറത്തെടുത്ത് ഒന്നുകിൽ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മളും ഹാപ്പി ആവും. ഓക്കെ, അപ്പൊ എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടോക്ക്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളുടെ ഇഷ്ടങ്ങളും നോക്കിയിട്ട് മുന്നോട്ട് പോവുക. നമ്മളെ ഹാപ്പി ആക്കാനും നമ്മൾ തന്നെ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്? മറുപടി അയക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.